അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഇളനീർ പായസം വെക്കാനായിട്ട് പോവേണം കേട്ടോ. അപ്പോൾ എങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചവ്വരി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കരിക്കാൻ എടുത്തിട്ടുള്ള ഒരു പാത്രം നിറച്ച് കരിക്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഒരു 2-3 അണ്ടിപ്പരിപ്പും കൂടി ഇട്ടാണ് കേട്ടോ പേസ്റ്റ് ആക്കി എടുക്കുന്നത്. ബാക്കി പകുതിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യാൻ വെക്കണം. കാരണം പായസത്തിൻ്റെ അകത്തിടാനുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത്രയും പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പത്തൊരു ഉരുളി വെച്ച് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമലായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഒരു 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ ഏലക്കയുടെ അല്ലിയാണ് അതൊന്ന് ഇട്ട് കൊടുത്ത് പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഏകദേശം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കരിക്കിൻ്റെ പേസ്റ്റ് അരച്ച് വെച്ചിരിക്കണം അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അതിൽ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ അവസാന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പം ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ചവ്വരി വേവിച്ചയും കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ടാണ് നമ്മുടെ ഈ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കരിക്കും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഡെക്കറേഷൻ പണിക്ക് വേണ്ടി കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ സെറ്റായിട്ടുള്ള ഇളനീർ പായസം റെഡിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മണവും ടേസ്റ്റും ഒക്കെയാണ് പായസത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വിശേഷം. ടാറ്റാ ബൈ ബൈ.